ഇപ്പോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സംഭവങ്ങളാണ് നിരന്തരം ഇങ്ങനെ പോപ്പപ്പായി വരുന്നത്. ഒന്ന് ഈ ഷംജിതയുടെ സംഭവം തന്നെയാണ്. മറ്റൊന്ന് കേരള പോലീസിന്റെ ജീപ്പിലേക്ക് വേറൊരു വ്യക്തി ഉത്സവ പറമ്പിൽ വെച്ച കാറ് ഇടിച്ച് കയറ്റുന്ന ദൃശ്യങ്ങളാണ്. പല ആവർത്തി കൊണ്ട് കാർ ഇടിക്കുന്നു, പോലീസിനെ വിരട്ടുന്നു. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് വാർത്തയിലേക്ക് വിശകലനത്തിലേക്ക് വരാം. ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എന്ത് കരുതും? ഇതാരാ പോലീസിനെയും ഇടിച്ച് വീഴ്ത്തുന്ന ഒരു വ്യക്തി? ഇത് മോഹൻലാലിന്റെ വല്ല സിനിമയുമാണോ? അത് മമ്മൂട്ടിയുടെ സിനിമയാണോ? സിനിമയെ വെല്ലുന്ന സീനുകളാണ് സീനുകളാണ് പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവ പറമ്പിൽ നടന്നത്. മറ്റെങ്ങുമല്ല, നമ്മുടെ തൊട്ടടുത്ത് ഉള്ള കിളിമാനൂരിന് അടുത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു. അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ കമ്മിറ്റി പ്രസിഡന്റും ഈ അക്രമിയും തമ്മിൽ ചെറിയൊരു ധാരണ പിശകുണ്ട്. ഈ കമ്മിറ്റി അംഗമായ ഉണ്ണിയുടെ, കമ്മിറ്റി അംഗമല്ല, കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഉണ്ണിയുടെ വാഹനങ്ങളൊക്കെ ഇയാൾ ഇടിച്ചു തെറിപ്പിച്ചു. ഈ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് പറയാൻ വിട്ടുപോയി. പേര് ഗംഭീര പേരാണ്. ഇയാളുടെ പേര് മാവിള ദേവൻ എന്നാണ്. മാവിള ദേവൻ. സജീവൻ എന്നും ദേവൻ എന്നും പേരുണ്ട്. മാവിള ദേവൻ. ഈ ദേവൻ എന്ത് ചെയ്തു? ഈ ദേവൻ കരുതി ദേവൻ തന്നെയാണ് മഹാവിഷ്ണു എന്ന് അല്ലെങ്കിൽ അവതാരം എന്ന് കരുതി. കാരണം പ്രസിഡന്റിന്റെ വാഹനങ്ങളൊക്കെ ഇടിച്ചു തെറിപ്പിച്ചു, പോലീസിന്റെ വാഹനങ്ങളും ഇടിച്ചു തെറിപ്പിച്ചു. ഇവൻ കരുതി ഇതെന്താണ്, ഞാൻ ഈ വലിയ സ്റ്റാർ ആയില്ലേ, സിനിമാ താരങ്ങളെ വെല്ലുന്ന തരത്തിൽ ഞാൻ വണ്ടി ഓടിച്ചു, വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുന്നു, പോലീസിന്റെ വാഹനം പല ആവർത്തി ഇടിക്കുന്നു, എന്നിട്ട് ഒരൊറ്റ മുങ്ങലും അങ്ങ് മുങ്ങി രക്ഷപ്പെട്ടു എന്നാണ് പാവം ദേവൻ കരുതിയത്. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞതിന് മുന്നേ ദേവനെ ചട്ടിക്കകത്താക്കി. ആ കഥ രസമാണ്. ഈ സദാം ഹുസൈന് അമേരിക്കൻ സേന പിടിച്ച ഒരു രംഗമുണ്ട്. സംഗതി അത് അധിനിവേശവും മോശപ്പെട്ട സ്വഭാവമാണെങ്കിലും ഒരു ഒളിച്ച് കഴിഞ്ഞിരുന്ന സ്ഥലത്തേക്ക് സൈനികരൊക്കെ ഇറങ്ങി ചെല്ലുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ആ നിലപാടിനോടോ ആ ഒരു ഓപ്പറേഷനോടോ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ചിന്ത കൊണ്ടോ ഇഷ്ടമില്ലെങ്കിൽ പോലും ആ ദൃശ്യവുമായി കമ്പാരിറ്റീവ്ലി ഏകദേശം ഒരുപോലെ ഇരിക്കും ഈ ദേവനെ പിടികൂടിയ ഓപ്പറേഷൻ. ദേവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഫോൺ ആണല്ലോ എല്ലാ കേസുകളിലും ഒരു വലിയ തെളിവ്. പിടിക്കപ്പെടുന്നത് മൊബൈൽ ഫോൺ കൂടെ ഉണ്ടെങ്കിലാണല്ലോ. അതുകൊണ്ട് മൊബൈൽ ഫോൺ അങ്ങ് ആദ്യമേ ഉപേക്ഷിച്ചു. അപ്പോൾ പ്രതിയുടെ ലൊക്കേഷൻ ഒന്നും ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല, പ്രതി എവിടെ ഉണ്ട് എന്നൊന്നും അറിയാൻ കഴിയില്ല. അങ്ങനെ മൂവാറ്റുപുഴ ഭാഗത്ത് കാറും കൊണ്ടൊരു വർക്ക്ഷോപ്പിൽ ഇട്ടു. വണ്ടിക്ക് പരിക്കുണ്ടല്ലോ, ഇടിച്ചതല്ലേ, ഇത്രയും വാഹനങ്ങൾ ഇടിച്ചതിന്റെ സ്ഥിതിക്ക് അയാളുടെ വണ്ടിക്കും പരിക്കുകളുണ്ട്, തകരാറുകളുണ്ട്. അങ്ങനെ ഇയാൾ മൂവാറ്റുപുഴയിൽ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ ഇട്ട ശേഷം മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് ഒരൊറ്റ മുങ്ങലാണ്. മുങ്ങിയത് തെങ്കാശിയിലെ ഒരു മാവിൻ തോട്ടത്തിലാണ്. മാന്തോട്ടത്തിലേക്കാണ്, മാങ്കൂട്ടത്തിന്റെ അടുത്തേക്കല്ല, മാന്തോട്ടത്തിലേക്കാണ് മുങ്ങിയത്. അവിടെ ഇയാളുടെ ഒരു സുഹൃത്താണ് ആ തോട്ടത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ. അങ്ങനെ അവിടെ പോയിട്ട് ഒളിവിൽ കഴിയാൻ തീരുമാനിച്ചു. ഒളിവിൽ കഴിയുന്നത് എങ്ങനെയാണ്? അവിടെ ഒരു മുറിക്കകത്ത് ഇയാൾ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്.
കുറെ അധികം വളർത്ത് നായകളുണ്ട്. ഇയാൾ ഈ ക്ഷേത്ര പരിസരത്തും വളർത്തു നായയെ കൊണ്ടുവന്നാണ് പോലീസുകാരെ കടിപ്പിക്കാൻ നോക്കി, നാട്ടുകാരെ പേടിപ്പെടുത്തി. അങ്ങനെയൊക്കെ കുറെ സർക്കസ് കാണിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അവിടെയും കുറെ വളർത്തു നായകളുണ്ട്. അപ്പൊ പോലീസ് പാർട്ടി അവിടെ എത്തുമ്പോൾ പോലീസ് പാർട്ടിക്ക് വിവരം ലഭിച്ചു, ഇവൻ അവിടെ ഉണ്ട്, ഈ തെങ്കാശിയിലെ മാന്തോട്ടത്തിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് രഹസ്യവിവരം കിട്ടി. കാരണം ഇത്രയധികം ക്രൂരത ചെയ്തിട്ട് പോകുമ്പോൾ പോലീസിന് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടും. കാരണം ഒരുപാട് ആളുകളെ ബാധിച്ചതാണ്. ഈ പ്രസിഡന്റ് ഉണ്ണിയെ മാത്രമല്ല, നാട്ടുകാരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പൊ ഇയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നാട്ടുകാരിൽ അറിയാവുന്ന ആളുകൾ പോലീസിന് വിവരം കൃത്യമായി ചോർത്തി കൊടുത്തു, കൃത്യമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെ പോലീസുകാർ അവിടെ എത്തി. അതുകൊണ്ടാണ് പെട്ടെന്ന് പൊക്കിയത്. അല്ലെങ്കിൽ CCTV പരിശോധിച്ച് പോലീസുകാർ കുറച്ചധികം ഓടിയേനെ. അത് മാത്രമല്ല, കിളിമാനൂരിൽ ദമ്പതികളെ ഇടിച്ച് കൊലപ്പെടുത്തിയ വാഹനത്തിന്റെ ഡ്രൈവറെ പിടിച്ചിട്ട് ചുമ്മാ വിട്ട പോലീസാണ്. അതുകൊണ്ട് പോലീസുകാരുടെ കുറ്റമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പോലീസുകാർക്ക് നാട്ടുകാർ കൊടുത്ത വിവരങ്ങളൊക്കെ അനുസരിച്ച് ഇവർ അവിടെ എത്തിയപ്പോ അവിടെയും വളർത്തു നായകളെ വിട്ട് പോലീസിനെ ആക്രമിക്കാൻ ഒരു ശ്രമം ഈ ദേവൻ സജീവൻ നടത്തി. അതിനെയൊക്കെ അതിജീവിച്ച് അവസാനം മുറി ചവിട്ടി തുറന്നപ്പോ അയാൾ ഇങ്ങനെ തൊഴുകയോടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. അവിടെ ഒരു ബലപ്രയോഗം നടന്നുവെന്ന് പോലീസ് പറയുന്നു. പക്ഷെ ഈ വീഡിയോയില് കാണുമ്പോൾ, ഇവനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഇത് കാണുമ്പോൾ ഒരു അയ്യോ പൊത്തോ അയ്യോ പാവം ഒരുത്തൻ എന്തോ ലഹരിപ്പുറത്ത് ചെയ്തു പോയ സംഭവമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഇയാൾ ചെയ്തതോ അങ്ങ് കഠിനമായ ദ്രോഹവുമായി പോയി. എന്ത് ലഹരിയിലാണെങ്കിലും പോലീസ് വാഹനത്തിലും അതുപോലെ തന്നെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലും ഒക്കെ സ്വന്തം വാഹനം കൊണ്ട് ഇടിച്ചു കയറ്റുക, അത് ഒന്നുകിൽ ഇയാൾക്ക് തന്നെയും പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വണ്ടി ഇടിക്കുമ്പോൾ ഡ്രൈവർക്കും പരിക്കേൽക്കാൻ പറ്റും. ഇത് അങ്ങനെയല്ല, ഇത് ഇയാൾക്ക് പരിക്കൊന്നും ഏറ്റില്ല. സിനിമ സ്റ്റൈലിലൊരു ആക്രമണമൊക്കെ നടത്തിയിട്ട് മുങ്ങി അവിടെ പോയി പോലീസിനെ കണ്ട് അയ്യോ പൊത്തോ ഒന്ന് പൊട്ടിക്കരഞ്ഞു. അവസാനം പോലീസുകാർ പൊക്കി സ്നേഹവാത്സല്യങ്ങളൊക്കെ പ്രകടിപ്പിച്ച് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആള് റിമാൻഡിലാണ്. ഏതായാലും പോലീസിനെ ആക്രമിച്ച പ്രതിയെ വളരെ വേഗം പിടികൂടി എന്ന് അഭിമാനിക്കാം.